ഇതാ നമ്മളെ ചോറ് ഇവിടെ ആയിട്ടോ. ഇല്ല, ചോറ് വന്ന് ഊറ്റി വെച്ചു. മീനിതവിടെ ശോഭ രാവിലെ തന്നെ ഇതാ തിരുമ്പാളതൊക്കെ തിരുമ്പി തോരയിട്ടുണ്ട് അവിടെ. തോരട്ടക്ക ഞാൻ പറഞ്ഞില്ല, അങ്ങനെയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം. കറി ഉണ്ടാക്കാനെന്താ ആ പിലാവ് നമ്മളെ ചക്കയില്ല. അവിടെ ഒരു പിലാവ് എന്തെങ്കിലും നമ്മളെ പിലാവല്ല കേട്ടോ, നമ്മളെ അയലൊക്കത്തെ പിലാവാണ്. അവിടെ നിന്ന് ചക്ക നിന്നെ. അപ്പം ചക്കക്കുരു ഉണ്ട്, പൂത്തക്ക നിന്നെ. അപ്പം ആ ചക്കക്കുരു ഞാൻ എടുത്ത് വെച്ചിന്. അതുകൊണ്ട് നമുക്ക് ചക്കക്കുരു കറി ഉണ്ടാക്കാം, മുളകിട്ട കറി. ഇങ്ങനെ ഇതാ കിട്ടി മുറിച്ച് വെച്ചിന്. ഇനി അത് കായം വരട്ടിയാണ്ട് പൊരിക്കണം. അവിടെ കേട്ടോ. അപ്പം ഇനി ചക്കക്കുരു നമുക്ക് തൊലിച്ചെടുക്കാനൊക്കെ ഭയങ്കര പ്രയാസമല്ലേ. അപ്പം ഞാനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുക്കറിലിട്ടാണ്ട് ഒന്നങ്ങോട്ട് വിസിലടുപ്പിച്ചാൽ പെട്ടെന്ന് നമുക്കത് കറി വെക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും അരണൊക്കെ നീക്കാരം. അപ്പം ഞാൻ കുക്കറിട്ടാണ്ടൊന്ന് വേവിച്ചാണ്ട് മുളകിടുന്ന രീതി നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം കേട്ടോ. അപ്പം നമ്മൾ ചക്കക്കുരു ഇതാ പീങ്ങെടുക്കുന്നു കേട്ടോ. നമുക്ക് ഓട്ടപാത്രത്തിൽ ചൂടാറട്ടെ. ചൂട് കുറച്ചൊക്കെ ചൂടുണ്ട് കേട്ടോ. അതിപ്പോൾ ഇങ്ങനെ കാത്തു കുത്തിറക്കാൻ സമയമില്ല. അപ്പം ഞാനിതാ ഇത്ര പണിയുള്ള മക്കളെ ഇത് തോലിച്ചുണ്ടാക്കാൻ. അങ്ങനത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ അല്ലേ ഈ ചോപ്പുണ്ടല്ലോ, നമ്മളിങ്ങനെ വരുമ്പോൾ ഈ ചോപ്പൊക്കെ കളിയില്ലേ, ഈ ചോപ്പൊക്കെ നല്ല സംഭവമാണ്. തിന്നാൻ പറ്റും. നമ്മളെ ചോപ്പ് സാധനം ഉണ്ടല്ലോ ചക്കക്കുരുമത്ത, ഇത് നമ്മളെ ക്യാൻസറിനൊക്കെ തടയുന്ന സാധനമാണ്. എല്ലാവരും അതിങ്ങനെ വരണ്ടി ഒഴിവാക്കിയാണല്ലേ നമ്മൾ ഉണ്ടാക്കൽ. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ നെറൂത്തെ തൊലി കഴിഞ്ഞാൽ മതി. എന്താ വെച്ചാൽ നമ്മൾ കൊല്ലിയിൽ കുടുങ്ങും ഉണ്ടാക്കുന്ന സമയത്ത്. ഈ തൊലി മാത്രം ഒഴിവാക്കിയത്. പക്ഷേ നമ്മളെ ഈ മലപ്പുറക്കാർക്ക് ഇതൊക്കെ അറിയാം കേട്ടോ. പുറത്തെ രാജ്യക്കാർക്കൊക്കെ ഉണ്ടല്ലോ ചക്കക്കുരു എന്താണ്, ചക്കക്കുരു കറിയൊന്നും ഒരു വെക്കലുണ്ടാവില്ല. അപ്പം ഇതുപോലെയൊക്കെ ഒന്നാണ് വെച്ച് നോക്കി. ഈ ചുവപ്പ് കളയാതെ നമുക്ക് നിൽക്കിടും. ഇതില് ചുവപ്പ് കറുപ്പായിട്ടാണ് കറുപ്പായിട്ടാണേ. 5 മണിക്ക് പരിപാടി. റിഫൂൻ്റെ സ്കൂളത്തെ പരിപാടിയാട്ടോ. വൈകുന്നേരം അവളെ അറബിക് ഡാൻസ് ഒക്കെ നമുക്ക് കാണാൻ പോകണം. അതിപ്പോൾ ഇൻഷാല്ല ഐഫോൺ കൊണ്ട് വന്നോണ്ടി. അതിൻ്റെ അടുത്ത് ഐഫോൺ മിന്നുനോട് പറഞ്ഞാടാ. ഉണ്ടാക്കുമ്പോൾ കാണിച്ചു പറയും സിനു. അപ്പോൾ നമ്മൾ 5 മിനിറ്റോടെ നമ്മളെ ചക്കക്കുരു തൊലി കഴിഞ്ഞിട്ടോ. അല്ലേ, ഈ തൊലി മാത്രം അതിന് ബാക്കിയായത്. അപ്പം ഇങ്ങനെയൊക്കെ തൊലിച്ചാത്തോലുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ തൊലിച്ച് വെക്കണ്ടിട്ടോ. നമുക്ക് കറി വെക്കാം. നമുക്ക് നമ്മളെ അടുപ്പത്ത് മുളകിട്ട് എടുക്കാം കേട്ടോ. പുറത്തടുപ്പത്ത് പൊട്ടിയില്ല. ഒരുപാട് നേരം ഒന്നും വേവിച്ചേണ്ട ആവശ്യമില്ല. 1 2 3 തള വെച്ചാൽ പൂളന്റെ പൂളന്റെ ഇന്നെന്താ പോകും. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ, ചൂടാവട്ടെ, ഊതി കൊടുക്കട്ടെ. ചക്കക്കുരു മുളകിട്ടെടുക്കല് എന്താ അതിന് പറയല്? ചക്കക്കുരു മുളകിട്ടെടുക്കൽ. കുറച്ച് കഴിഞ്ഞു കൊണ്ടുവരികയാണ്. പുറത്തേക്കുള്ള കുറേ നേരമാണ് തീ കത്തിച്ചിട്ട്. ചോറ് വെച്ചപ്പം കത്തിച്ചത് ആ കാക്കച്ചിനായിട്ട് നമുക്ക് ഇവിടെ ഉണ്ടാക്കുമ്പോൾ തേക്കണം. ഇപ്പൊ കത്തിപ്പിട്ടു ചട്ടി. ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എക്കിട്ട് ചട്ടി ചൂടാവല് തുടങ്ങി. അപ്പൊ ഇത് പറഞ്ഞോ എണ്ണ വെച്ചെടുക്കാം.
കൊടുക്കണം. നമ്മളെ ചട്ടി ചൂടായിരുന്നു പെരും വെയിലാട്ടോ ഇവിടെ. നേരെ ഇത്ര 11 കഴിഞ്ഞേ. പെരും വെയിലാട്ടോ. കടലിട്ടെടുത്ത് ഇപ്പം നമ്മൾ ഉലുവ വെളുത്തുള്ളി 5 വയസ്സൊക്കെ ലാസ്റ്റ് ഇത് ഒന്ന് വഴക്കട്ടെ. ഉള്ളി തക്കാളി ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. വെളുത്തുള്ളി 5 വയസ്സൊന്നും ഇട്ടില്ല കേട്ടോ. വെളുത്തുള്ളിയും പെരുംജീരകം 5 വയസ്സ് വേണം. നല്ലൊരു വാസന വരും. Human smell. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറഞ്ഞൊരു വാടൽ വാടി കിട്ടുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ എടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം. കുറച്ച് മുളക് പൊടി കൊടുക്കാം. മുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുളകും പൊടി വല്ലാതെ ഇല്ല. ഇത് വെള്ളം പൂട്ടി അതാണ് തുറന്നിട്ട് അതാട്ടോ സൗണ്ട്. കുറച്ച് മല്ലിപ്പൊടി കൊടുക്കുക. പിന്നെ ഒരു ലേശതാ സാമ്പാർ പൊടി ഇട്ടിട്ടെടുക്കുന്നു. ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. സാമ്പാറിൻ്റെ ഒക്കെ ചുവ ഉണ്ടായിക്കോട്ടെ. ചക്കക്കുരു കറിയല്ലേ ഇത്. ഉപ്പ് തിരിച്ചൊക്കെ ഒന്നിച്ചാൽ ഇത് മാത്രം എടുക്കണം. എന്നെ എടുക്കുക. ഇതെന്താ അവിടെ പറ്റി ഈ തേങ്ങ ഉണ്ടല്ലോ ചൂടാൻ മതി. തേങ്ങ എന്തിനാ തേങ്ങ ചൂടിന്? നമുക്ക് ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. എടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുക്കണം. തേങ്ങ തൊള്ളക്കിട്ടോ. നമുക്ക് നമ്മളെ ചക്കക്കുരു തീക്കിട്ട് കൊടുക്കട്ടോ. ഉപ്പ് ലേശം കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നമ്മളെ ഇൻഗ്രീഡിയൻ്റ് അല്ല ഇതൊന്നല്ലല്ലോ, ഇത് കുറേ അല്ലേ. ഒരു സാധനമല്ലേ ഇൻഗ്രീഡിയൻസ്. ഒരു സാധനമാണ്. അപ്പോൾ അത് അതിക്കിട്ട് കൊടുക്കുക. നമ്മൾ പഴയ 10ാം ക്ലാസ് ആട്ടോ. നമുക്ക് വലിയ ആ അറിവൊക്കെയല്ലേ ഉള്ളൂ. ഞാൻ ചൂടായി തൊടാൻ കഴിയാത്ത അവസ്ഥയ്ക്കുന്നു. ഇവിടെ ആയിട്ടോ വെയിലിൻ്റെ വെക്കോ. വെയിലിൻ്റെയും ചട്ടിൻ്റെയും തീൻ്റെ ഒക്കെ ഉപ്പ്. ഇപ്പോൾ നല്ലോണം ഉപ്പുണ്ട് വെക്കല്ലേ. എന്നിട്ട് ഉപ്പിട്ടാൽ രസമുണ്ട്. കുറവാ. നമ്മൾ വാട്ടിയപ്പോൾ ലേശം ഉപ്പിട്ടിട്ടല്ലേ ഉള്ളൂ. എന്നിട്ടില്ലല്ലോ. ഈ സാമ്പാർ പൊടി ഇതിക്കിട്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇനി നമുക്ക് മൂടി വെക്കട്ടോ. ഇനി നമുക്ക് മൂടി വെക്കുക. ഒരു 5 മിനിറ്റ് തിളച്ചാൽ മതി കേട്ടോ. കാരണം നമ്മൾ ഫ്രീസറിൽ പണി കണ്ടോ പാടാ. നമ്മൾ തിരുമ്പണ ഇവിടെ കൊട്ടക്കലത്തിൽ വെള്ളം അവിടെ കവറൊക്കെ ഇട്ട് അടുത്താണ്ട് ഇവിടെ വെള്ളം നിറച്ചാണ്ട് ഇതിൽ ചാടി കളിച്ചോട്ടോ. സ്കൂൾ തുറക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ് കാണേണ്ട അറിയില്ല. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പടികൾ പഠിക്കും. വൈകുന്നേരമായി. ഇപ്പം മദർസ് തുറക്കല്ലേ. അപ്പം നമ്മളെ രുചിക്ക് വാങ്ങി ഫർദ കേട്ടോ. കുറച്ച് വലിപ്പേറെ അപ്പം ഏറി വാങ്ങിയതന്നെയാണ്. പിന്നെ കുറച്ച് മടക്കി അടിച്ച് കൊടുക്കാൻ കേട്ടോ ഞാൻ.
അതിനൊക്കെ ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് അടിച്ചാൻ വേണ്ടി മെഷീനിൽ വെച്ചാണ് അങ്ങനെ അടിച്ചാൻ പോവുകയാണ്. അതൊന്ന് മടക്കി അടിച്ചെടുക്കട്ടെ. മെഷീനൊക്കെ 15 കൊല്ലം മുന്നത്തെ മെഷീൻ, പൈക്കുള്ള മെഷീനാണ്. എന്നാൽ നല്ല അടിപൊളി കേട്ടോ, അടിക്കാനൊക്കെ സ്മൂത്താട്ടോ. വീണ്ടും അടിച്ചാണ്ടോ അറിയോ? അതിലൂടെ കത്താം. കുറച്ച് നേരം ഫുള്ള് സ്കൂപ്പ് ഉണ്ടായി, ഞാൻ കൊണ്ടുവന്നേരി. അപ്പോൾ കാണിച്ചു തരാം. പോലെ ഞാൻ കൊണ്ടല്ലോ. يقولوا لي وش